നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മെയ് 2nd വീക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് ഹെഡ്ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ SSC CGL ബാച്ചിന്റെ കാര്യം. നമ്മുടെ CGL ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 27-ാം തീയതി തൊട്ടാണ്. നമ്മുടെ ബാച്ചിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് 650 hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ, 5 to 6 hours per day ആണ് ക്ലാസ് ഉണ്ടാവുക. വീക്ക്ലി 5 to 6 days ആണ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അടിപൊളി ഫാക്കൽറ്റീസിന്റെ കൂടെ കിടിലൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് 5,999 rupees-നാണ്. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളടുത്ത് എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, അപ്പൊ ഞാൻ ബാച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ നിങ്ങളടുത്ത് എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വീഡിയോ കാണുന്നവരായാലും നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരായാലും പൊതുവെ ആസ്പിറൻസിന്റെ അടുത്ത് നമ്മുടെ SSC എക്സാമിനെ കുറിച്ചായാലും റെയിൽവേ എക്സാംസിനെ കുറിച്ചായാലും സംസാരിക്കുമ്പോൾ അവർ പൊതുവേ പറയുന്ന കാര്യമാണ്, മിസ് എനിക്ക് നല്ല ജോലി വേണമെന്നുണ്ട്, നല്ല പൊസിഷനിൽ എത്തണമെന്നുണ്ട്, ഇരുന്ന് പഠിക്കാനോ പ്രോബ്ലംസ് ചെയ്യാനോ ഒന്നും എനിക്ക് മടിയില്ല, പക്ഷേ ഈ എക്സാംസ് ഒക്കെ ബുദ്ധിമുട്ടാണ്, ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്കിൽ നിൽക്കുകയാണ് നമ്മളെല്ലാവരും അല്ലെ. കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്ക് മനസ്സിൽ വെച്ച് നിന്നടുത്ത് തന്നെ നിൽക്കുകയാണ് എല്ലാവരും. ആരും വർക്ക് ചെയ്യാൻ അവർക്ക് മടിയില്ല, പക്ഷെ ഇങ്ങനെ നിന്നെടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ലൈഫിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിന്നെടുത്ത് നിന്ന് മുന്നോട്ട് പോകണം, നമ്മൾ മാറി ചിന്തിക്കണം, നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവസരമാണ് നമ്മുടെ CGL ബാച്ചുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളടുത്ത് എല്ലാവരുടെ ഇന്നത് പഠിക്കൂ, നിങ്ങൾ ഇന്നത് ചെയ്യൂ, നിങ്ങൾ ഇത്ര മണിക്കൂർ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യൂ, കാര്യങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞു തരാൻ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ടീം നമ്മുടെ CGL ബാച്ചിൽ റെഡിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? വേഗത്തിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാവരെയും 27-ാം തീയതി ബാച്ചിൽ കാണാമെന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മെയ് 2nd വീക്കിലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പ് ഹെഡ്ലൈൻസ് ആണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്താണ്? നമ്മുടെ GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. സഞ്ജയ് കുമാർ മിശ്രയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ സഞ്ജയ് കുമാർ മിശ്രനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ സഞ്ജയ് കുമാർ മിശ്ര എന്ന് പറയുന്നത് എന്താണ്? ജാർഖണ്ഡ് ഹൈക്കോർട്ടിലെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ജാർഖണ്ഡ് ഹൈക്കോർട്ടിലെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് കുമാർ മിശ്രനെയാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായി GST അപ്പലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്? GST റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റിസോൾവ് ചെയ്യാനുള്ള ഒരു സമിതിയാണ് ഈ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇത് ന്യൂഡൽഹിയിലാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉള്ളത്. ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് സഞ്ജയ് കുമാർ മിശ്രനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഷിങ്കുല്ല ടണൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഷിങ്കുല്ല ടണലിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഷിങ്കുല്ല ടണലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഷിങ്കുല്ല ടണൽ എന്തൊക്കെ സ്ഥലങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ലാഹോൽ വാലി ഓഫ് ഹിമാചൽ വിത്ത് സൻസ്കാർ വാലി ഓഫ് ലഡാക്ക്. അതായത് ഹിമാചലും ലഡാക്കും തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് ഷിങ്കുല്ല ടണൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഷിങ്കുല്ല ടണലിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈവേ ടണൽ ആയിരിക്കും ഷിങ്കുല്ല ടണൽ എന്ന് പറയുന്നത്. അപ്പൊ ഷിങ്കുല്ല ടണൽ വന്നാൽ ആ ടണൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാ തരിക? എന്തൊക്കെയാണ്? ഇയർ റൗണ്ട് കണക്ടിവിറ്റി ടു ലഡാക്കിലേക്കുള്ള ഓൾ വെതർ കണക്ടിവിറ്റി നമ്മുടെ ഷിങ്കുല്ല ടണൽ ഉറപ്പാക്കും. പിന്നെ എന്താണ്? ലഡാക്കിലേക്കുള്ള ട്രാവൽ ടൈം റെഡ്യൂസ് ചെയ്യും. ഓൾ വെതർ കണക്ടിവിറ്റി, അതായത് ഇയർ റൗണ്ട് കണക്ടിവിറ്റി, പിന്നെ എന്തൊക്കെയാണ്? റെഡ്യൂസിങ് ദി ട്രാവൽ ടൈം. ഇത്രയും കാര്യങ്ങൾ ഷിങ്കുല്ല ടണൽ വന്നാൽ നമുക്ക് പ്രോമിസ് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? ഷിങ്കുല്ല ടണലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഷിങ്കുല്ല ടണൽ എന്ന് പറയുന്നത് ലാഹോൽ വാലി ഓഫ് ഹിമാചൽ വിത്ത് ദി സൻസ്കാർ വാലി ഓഫ് ലഡാക്കിന്റെ
ഇത്രയും ഈ സ്ഥലങ്ങളുടെ ഇടയിൽ വരുന്നതാണ് നമ്മുടെ ഷിൻകുല്ല ടണൽ. ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈവേ ടണലാണ്. റെഡി ആണല്ലോ. നെക്സ്റ്റ്, ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡ് നമ്മുടെ സ്റ്റാർസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോ ടൂറിസം കമ്പനിയാണ്. അപ്പൊ ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡ് ഈ സ്റ്റാർസ്കേപ്പുമായിട്ട് എന്ത് ചെയ്തു? കൊളാബറേറ്റ് ചെയ്തു. ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റാർസ്കേപ്പുമായിട്ട്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രം. ടൂറിസം ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റാർസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോ ടൂറിസം കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. ഇവര് കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? സ്റ്റാർസുമായിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സാധനമാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവർ കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് നക്ഷത്ര സഭ. ഈ നക്ഷത്ര സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? India's first ever annual campaign dedicated exclusively to promote astro tourism. അതായത് ആസ്ട്രോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഫസ്റ്റ് എവർ ക്യാമ്പയിൻ ആണ് എന്ത്? നക്ഷത്ര സഭ എന്ന് പറയുന്നത്. ഈ നക്ഷത്ര സഭയിൽ നമ്മൾ പോയാൽ എന്തൊക്കെയാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? സ്റ്റാർ ഗേസിംഗ്, സ്റ്റാറിനെ തുറച്ചു നോക്കാനല്ല, സ്റ്റാർ വാനനിരീക്ഷണം അല്ലെ, നക്ഷത്രങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും. സ്പെഷ്യൽ സോളാർ ഒബ്സർവേഷൻ, ആസ്ട്രോ ഫോട്ടോഗ്രഫി കോൺടെസ്റ്റ്, ക്യാമ്പിംഗ് അണ്ടർ ദ സ്റ്റാർസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇവർ ഉറപ്പാക്കുന്നത്. അതായത് ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് മിഡ് 2025 വരെയാണ് ഉണ്ടാവുക. ഉത്തരാഖണ്ഡിന്റെ വേരിയസ് ലൊക്കേഷനിലായിരിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. സ്റ്റാർ ഗേസിംഗ് ആയാലും ഫോട്ടോഗ്രഫി കോൺടെസ്റ്റ് ആയാലും ഒക്കെ ഉത്തരാഖണ്ഡിലാണ് നടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് നക്ഷത്ര സഭ. നമ്മുടെ എന്താണ്? ആസ്ട്രോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഫസ്റ്റ് എവർ ക്യാമ്പയിൻ ആണ് നക്ഷത്ര സഭ. ആലോചിക്കുക, ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെന്റ് ബോർഡാണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് എന്താണ്? നേപ്പാൾ എന്ത് ചെയ്യാണ്? ന്യൂ നേപ്പാൾ 100 രൂപി കറൻസി കൊണ്ടുവരികയാണ് മക്കളെ. ന്യൂ നേപ്പാൾ 100 രൂപി കറൻസി കൊണ്ടുവരികയാണ്. ഇതിൽ എന്താണ്? ഇതിലൊരു മാപ്പ് ഉണ്ട് ഷോയിങ് ദ ടെറിട്ടറീസ് ഓഫ് ലിപ്പുലേഖ്, ലിംപിയാദുര ആൻഡ് കലാപാനി. ലിപ്പുലേഖ്, ലിംപിയാദുര ആൻഡ് കലാപാനി, ഇത്രയും ടെറിട്ടറീസ് ആണ് ന്യൂ 100 രൂപി കറൻസിൽ. ന്യൂ നേപ്പാൾ 100 രൂപി കറൻസി കൊണ്ടുവരാണ്. അതിലുള്ള ടെറിട്ടറീസ് ആലോചിക്കുക: ലിപ്പുലേഖ്, ലിംപിയാദുര ആൻഡ് കലാപാനി. ഓക്കെ, ഓൾറെഡി എന്താ ടേം ചെയ്തിരിക്കുന്നത്? അൺടെനബിൾ ആൻഡ് ആർട്ടിഫിഷ്യൽ എൻലാർജ്മെന്റ് ബൈ ഇന്ത്യ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ ആലോചിക്കുക: ലിപ്പുലേഖ്, ലിംപിയാദുര ആൻഡ് കലാപാനി. ന്യൂ നേപ്പാൾ 100 റുപ്പീസിൽ ലിപ്പുലേഖ് ഉണ്ട്, ലിംപിയാദുര ഉണ്ട്, കലാപാനി ഉണ്ട്. 2 എല്ലും 2 ലീ അല്ലെ, 2 ലീയും ഒരു കായും ആലോചിച്ചാൽ മതി. ലീ സ്ക്വയർ കാ. ഓക്കെ, ലിപ്പുലേഖ്, ലിംപിയാദുര ആൻഡ് കലാപാനി, ഇതിന്റെ ഒക്കെ ടെറിട്ടറീസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റോർ ബുക്ക് കവർ പ്രൈസ് 2024 ആർക്കാ കിട്ടിയത്? ഭാവി മെഹ്ത. ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റോർ ബുക്ക് കവർ പ്രൈസ് 2024 ഭാവി മെഹ്തയ്ക്കാണ് കിട്ടിയത്. ഏത് ബുക്കിന്റെ കവറാണ് ഡിസൈൻ ചെയ്തത്? ബ്യൂട്ടിഫുൾ റിട്ടൺ ബൈ പ്രദീപ് സെബാസ്റ്റ്യൻ. The book Beautiful written by പ്രദീപ് സെബാസ്റ്റ്യൻ ആണ്. 1 lakh rupeesന്റെ ക്യാഷ് പ്രൈസ് ആണ് കേട്ടോ. 1 lakh rupeesന്റെ ക്യാഷ് പ്രൈസ് ആണ്. പബ്ലിഷ്ഡ് ബൈ ഹാച്ചെ ഇന്ത്യ. അപ്പൊ കിട്ടിയത് ആർക്കാണ്? ഭാവി മെഹ്ത. ഓക്കെ, ദ ബുക്ക് ബ്യൂട്ടിഫുൾ റിട്ടൺ ബൈ പ്രദീപ് സെബാസ്റ്റ്യൻ. റെഡി ആണല്ലോ. Next, UNICEF India appoints actor Kareena Kapoor Khan as national ambassador. അപ്പോൾ യൂണിസെഫിന്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കരീന കപൂർ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് കാണാം. കാരണം യൂണിസെഫിന്റെ ഇപ്പോഴത്തെ അംബാസിഡർ എന്ന് പറയുന്ന ആരാണ്? കരീന കപൂർ ആണ്. അപ്പൊ യൂണിസെഫ് എന്താണ്? യൂണിസെഫ് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെ, കുട്ടികളുടെ ഡെവലപ്മെന്റ്. അവർ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത്? എല്ലാ കുട്ടികളും സേഫ് ആയിട്ടാണോ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അതായത് ഫുഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഒക്കെ കിട്ടുന്നുണ്ടോ? ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പാക്കുന്നുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് യൂണിസെഫ് എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോൾ യൂണിസെഫിന്റെ അവർക്കുള്ള കുറെ ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാവും, അവർക്ക് നമ്മൾ ചാരിറ്റബിൾ ഫണ്ട് ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾ അംഗമായിരിക്കാം. നിങ്ങൾ ചിലർ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ യൂണിസെഫിന്റെ അംബാസിഡർ എന്ന് പറയുന്ന ആരാണ്? കരീന കപൂർ ആണ്. ഓക്കെ, ഇതിനു മുന്നേ കരീന നമ്മുടെ യൂണിസെഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിരുന്നു പണ്ട്.
മുന്നത്തെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ഫോർ യൂണിസെഫ് ആയിരുന്നു, ഇപ്പോഴത്തെ അംബാസിഡർ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണ്? ആക്ടർ ബെർണാഡ് ഹിൽ. ഇതാരാണ്? നമ്മുടെ ആക്ടർ ബെർണാഡ് ഹിൽ. ആക്ടർ ബെർണാഡ് ഹിൽ പാസസ് എവേ ആണ്. ആക്ടർ ബെർണാഡ് ഹില്ലിന്റെ ഫേസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നതായിരിക്കും ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ അല്ലേ? ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്നും കൂടി ആലോചിച്ച് നോക്കുക. ആക്ടർ ബെർണാഡ് ഹില്ലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ. അദ്ദേഹം മരണപ്പെട്ടു. എന്താണ്? ആക്ടർ ബെർണാഡ് ഹിൽ മരണപ്പെട്ടിട്ടുണ്ട്. Renowned British actor Bernard Hill passes away. He played Captain Edward Smith in the Oscar-winning film 1997. Okay, Titanic and King Theoden in the Lord of the Rings. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിംസ് എന്ന് പറയുന്നത്. പിന്നെ ബോൺ ഓൺ December 17, 1994 മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പൊ ആക്ടർ ബെർണാഡ് ഹിൽ മരണപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഇനി പുലിറ്റ്സ്കർ പ്രൈസ് ഇനി ഈ വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു പുലിറ്റ്സ്കർ പ്രൈസ് അല്ലെ? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ താങ്ക് യു.